ഗൈസ്, അപ്പൊ നമ്മുടെ എക്സാം അങ്ങ് എടുത്തു. അപ്പൊ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ഇപ്പൊ പഠിക്കാനുണ്ട്. വളരെ ചുരുങ്ങിയ ദിവസമേ നമുക്കുള്ളൂ. നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് ഫുൾ വായിച്ച് കൊടുത്തിരിക്കുന്ന എല്ലാ കാര്യങ്ങളും പഠിച്ചിട്ട് പോകാനായിട്ട് നമുക്ക് ടൈം ഇല്ല. അപ്പൊ മക്കളെ, ചില കാര്യങ്ങൾ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ളത് വളരെ ലെസ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗങ്ങളുണ്ട്. അപ്പൊ അത് ഏതൊക്കെയാണെന്നാണ് ടീച്ചർ ഒന്ന് പറഞ്ഞു തരിക. അതായത് നിങ്ങൾ ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആയിട്ട് വിട്ട് കളയണ്ട, ജസ്റ്റ് ഒന്ന് വായിച്ചിട്ട് എക്സാമിന് പോയാൽ മതി. ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാനുള്ള ചാൻസ് എന്ന് പറയുന്നത് വളരെ 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 50%-ലും കുറവാണ്. അപ്പൊ അങ്ങനെയുള്ള ഭാഗങ്ങൾ ഏതൊക്കെയാണെന്നാണ് ടീച്ചർ എന്ന് പറഞ്ഞു തരിക. ഫസ്റ്റ് എന്ന് പറയുന്നത് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട് DNA-യുടെ വലുപ്പം, സൈസ് ഓഫ് ദ DNA എന്ന് പറയുന്ന ഒരു ഭാഗം കൊടുത്തിട്ടുണ്ട്. മക്കളെ, ഇതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട. DNA-യുടെ വലുപ്പം എത്രയാണ് എന്ന് ചോദിച്ചിട്ട് ക്വസ്റ്റ്യൻസ് വരാനുള്ള ചാൻസ് വളരെ കുറവാണ്. അപ്പൊ നിങ്ങൾ DNA-യുടെ സ്ട്രക്ചർ, കാര്യങ്ങൾ, അതിന്റെ പ്രത്യേകത, RNA ആയിട്ടുള്ള ബന്ധം, അതൊക്കെ ഒന്ന് പഠിച്ചു വെച്ചാൽ മതി. ഈ ഒരു ഭാഗം നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. അടുത്തതാണ് നമ്മുടെ ഗ്രിഗർ ജൊഹാൻ മെൻഡലിനെ കുറിച്ചിട്ടുള്ളത്. മെൻഡലിനെ കുറിച്ച് നിങ്ങളോട് ചോദിക്കാൻ ചാൻസ് ഉള്ളത് മെൻഡൽ നടത്തിയിട്ടുള്ള എക്സ്പെരിമെന്റും അത് റിലേറ്റഡ് ആയിട്ട് ഫീനോടൈപ്പ്, ജീനോടൈപ്പ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. മെന്റലിന്റെ കഥ നിങ്ങൾ ഒരിക്കലും എക്സാമിന് എഴുതേണ്ടി വരില്ല. അപ്പൊ ഈ ഒരു കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാവുന്ന ഒരു ഭാഗമാണ്. നിങ്ങൾക്ക് ചിലർക്ക് സ്കിപ്പ് ചെയ്യുകയാണെങ്കിൽ ഒരു മനസ്സിന് വിഷമമുണ്ടാവും, അയ്യോ ഞാൻ ആ ഒരു ഭാഗം വിട്ട് കളഞ്ഞല്ലോ. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള കുട്ടികൾ ഉണ്ടെങ്കിൽ ഒന്ന് വായിച്ചിട്ട് പോയിക്കോളുക. അപ്പൊ ഞാൻ നിങ്ങളോട് പറയുന്നത് ഇത് ലെസ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗമാണ്, നിങ്ങളൊന്ന് വായിച്ചിട്ട് പോകണം, കംപ്ലീറ്റ് ആയിട്ട് സ്കിപ്പ് ചെയ്യണ്ട. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കിയാലോ. അടുത്തത് എന്താണ്? ബിഹൈൻഡ് ദ കളർ ഡിഫറൻസ് ആണ് മക്കളെ. ബിഹൈൻഡ് ദ കളർ ഡിഫറൻസ് എന്ന് പറയുന്നത് ഈ ഒരു ഭാഗം എങ്ങനെയാണ് നമ്മുടെ ത്വക്കിന് നിറങ്ങൾ വ്യത്യാസം വരുന്നതാണ് കൊടുത്തിട്ടുള്ളത്. ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് നിങ്ങളോട് ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉള്ളത് നോൺ മെന്റലിൻ ഇൻഹെറിറ്റൻസിൽ നമ്മൾ ഈ കളർ ഡിഫറൻസുമായിട്ട് റിലേറ്റ് ചെയ്ത് കുറച്ച് കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. അപ്പൊ അവിടെ നിന്നാണ് ക്വസ്റ്റ്യൻസ് വരാനുള്ള ചാൻസ് കൂടുതൽ. ഈ ഒരു ഭാഗത്ത് നിന്ന് ക്വസ്റ്റ്യൻസ് വരാനുള്ള ചാൻസ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. അടുത്തത് മക്കളെ നോക്കിക്കേ, ജനിതക ശാസ്ത്രം, തൊഴിൽ സാധ്യതകളാണ്. അതായത് കരിയർ ഓപ്പർച്യൂണിറ്റീസ് ആണ് ജനറ്റിക്സിൽ ചോദിക്കുന്നത്. ഇതിൽ നിന്നും നിങ്ങളോട് ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള ചാൻസ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. ഇത് നിങ്ങൾക്ക് ടൈം ഇല്ലെങ്കിൽ മാത്രം വിട്ട് കളയാൻ പറ്റുന്ന ഒരു പോർഷൻ ആണ്. പിന്നെ ഒരു കേസ് സ്റ്റഡിയാണ് മക്കളെ. കേസ് സ്റ്റഡിയൊക്കെ എന്തായാലും നിങ്ങൾക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ചോദിക്കുന്നുണ്ടാവില്ല. ഇതൊന്നും ആരും വായിച്ച് ടൈം കളയണ്ട. നിങ്ങളോട് പിന്നെ ഈ കേസ് സ്റ്റഡി റിലേറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ തന്നെ എന്തെങ്കിലും ഗ്രാഫോ കാര്യങ്ങളോ തന്നിട്ട് അതിൽ നിന്ന് ക്വസ്റ്റ്യൻ്റെ ആൻസർ കണ്ടുപിടിക്കാനാണ്. അതൊക്കെ വളരെ ഈസി ആയിരിക്കും. എൻ്റെ മക്കൾ ആരും ടെൻഷൻ അടിക്കേണ്ട. അപ്പോൾ ഈ ഒരു ഭാഗവും നിങ്ങൾക്ക് വിട്ടുകളയാം. പിന്നെ സൂപ്പർ ബഗുകൾ എന്ന് പറഞ്ഞിട്ടൊരു ഭാഗമുണ്ട്. സൂപ്പർ ബഗിനെ കുറിച്ചൊന്നും ഇതുവരെ ക്വസ്റ്റ്യൻ ചോദിച്ച് കണ്ടിട്ടില്ല. നമ്മുടെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിലോ സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പറിലോ പ്രീവിയസ് ആയിട്ടുള്ള നമ്മുടെ ഓണത്തിൻ്റെയോ ക്രിസ്മസിൻ്റെയോ ഒന്നും പേപ്പറിൽ സൂപ്പർ ബഗിനെ കുറിച്ച് ഒരു ക്വസ്റ്റ്യൻ കണ്ടിട്ടില്ല. സോ സൂപ്പർ ബഗ് എന്ന് പറയുന്ന ഭാഗം ഒന്ന് വായിച്ച് മനസ്സിലാക്കി പോയിക്കോളാം. കുത്തിയിരുന്ന് പഠിച്ച് ഇതിന് വേണ്ടിയിട്ട് എൻ്റെ മക്കൾ ആരും ടൈം കളയണ്ട. അതുപോലെ തന്നെ അടുത്തതാണ് നമ്മുടെ ചാൾസ് ഡാർവിനെ കുറിച്ചിട്ടുള്ള കാര്യം. ഡാർവിൻ്റെ ഫിഞ്ചസിന്റെ പ്രത്യേകത, അതുപോലെ നാച്ചുറൽ സെലക്ഷൻ എന്താണ്, അതിന്റെ സ്റ്റെപ്സ്, ഇതൊക്കെ എൻ്റെ മക്കൾ പഠിക്കണം. ഓക്കെ, അതുപോലെ ഏത് ഷിപ്പിലാണ് അദ്ദേഹം ഗാലപ്പഗോസ് ഐലൻഡിൽ പോയത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്ത് വെക്കണം. അതല്ലാണ്ട് ഈ കഥ മുഴുവൻ ഇരുന്ന് വായിച്ച് കുത്തിയിരുന്ന് കാണാപ്പാടം പഠിച്ച് ബൈഹാർട്ട് ചെയ്ത് പോവേണ്ട കാര്യമില്ല. ഇനി നോക്കിക്കോളൂ മക്കൾ, എന്താണ് ദ ഗ്രേറ്റസ്റ്റ് ഷോ ഓൺ എർത്ത് എന്ന് പറഞ്ഞിട്ടൊരു ഭാഗം കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ. ഈ ഒരു ഭാഗവും നിങ്ങളിരുന്ന് കുത്തിയിരുന്ന് പഠിക്കേണ്ട, നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യുന്ന ഒരു ഭാഗമാണ്. ഭൂമിയിലെ മഹത്തായ ദൃശ്യവിസ്മയം എന്ന് പറയുന്ന ഈ ഒരു ഭാഗം എന്ന് പറയുന്നത്. പിന്നെ ഈ ഒരു പോർഷനിൽ നിന്നും ക്വസ്റ്റ്യൻ കണ്ടിട്ടില്ല. അതായത് നമ്മുടെ കമ്പാരേറ്റീവ് അനാറ്റമിയാണ്. ഇവിടെ ഒരു കമ്പാരിസൺ ആണ്. ആരുടെയൊക്കെ കമ്പാരിസൺ ആണെന്ന് നോക്കിക്കേ. അതായത് നമ്മുടെ മനുഷ്യന്റെയും പൂച്ചയുടെയും തിമിംഗലത്തിന്റെയും വവ്വാലിന്റെയും ഒക്കെ ഓർഗൻസ് തമ്മിലുള്ള ഒരു കമ്പാരിസൺ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നമ്മൾ ഇതിൽ നിന്നും ക്വസ്റ്റ്യൻസ് കണ്ടിട്ടില്ല. ഫോസിൽ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കൂടുതൽ വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഈ ഒരു ഭാഗവും നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാവുന്ന കൂട്ടത്തിൽ വരുന്നതാണ്. പിന്നെ എവല്യൂഷൻ എ കണ്ടിന്യൂസ് പ്രോസസ് എന്ന് പറയുന്ന കാര്യം, ഇതും നിങ്ങളൊന്ന് വായിച്ച് മനസ്സിലാക്കി പോയാൽ മതി. കുത്തിയിരുന്ന് പഠിക്കേണ്ട. ഇവിടെ നിന്നും ക്വസ്റ്റ്യൻസ് അങ്ങനെ വലിയ കാര്യമായിട്ട് വന്ന് കണ്ടിട്ടില്ല. പിന്നെ നിയാണ്ടർതാലുകളും ആധുനിക മനുഷ്യരും, നിയാണ്ടർതാൽസ് ആൻഡ് മോഡേൺ മാൻ എന്ന് പറഞ്ഞിട്ടൊരു കമ്പാരിസൺ വരുന്നുണ്ട്. ഇതൊന്ന് വായിച്ചിട്ട് പോകണം, കുത്തിയിരുന്ന് പഠിക്കേണ്ട. വായിച്ച് കാര്യം എന്താണെന്നൊന്ന് മനസ്സിലാക്കിയിട്ട് പോകണം. ലെസ് ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു ഭാഗം എന്ന് പറയുന്നത്. ഒന്ന് വായിച്ച് മനസ്സിലാക്കി മാത്രം പോയാൽ മതി. ഓക്കെ, പിന്നെ ഇങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് നമ്മുടെ ഹിയറിംഗുമായിട്ട് കുറച്ച് കണക്ട് ചെയ്ത് വരുന്ന ഒരു ഭാഗം നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. അതായത് ചില ഭാഗത്ത് ഹിയറിംഗിൻ്റെ ആ ഒരു പോർഷൻ ഇല്ലേ, അവിടെ ചില ഭാഗത്ത് കുറച്ച് ഹിയറിംഗ് മനുഷ്യൻ്റെ വരദാനമാണ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ആ കാര്യങ്ങളൊന്നും എൻ്റെ മക്കൾ കുത്തിയിരുന്ന് പഠിക്കണം എന്നില്ല. പിന്നെ നമ്മുടെ എലിഫൻസ്, മാമൽസിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇതും നിങ്ങൾ കുത്തിയിരുന്ന് പഠിക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ നമ്മുടെ ഹോർമോൺസ് ഉണ്ട് മക്കളെ. സിന്തറ്റിക് ഹോർമോണുകളുണ്ട്. ഹോർമോണുകൾ നാച്ചുറലും ഉണ്ട്, സിന്തറ്റിക് ഉണ്ട്. ഇതിനെക്കുറിച്ച് ഇതുവരെ ക്വസ്റ്റ്യൻസ് വന്നിട്ടില്ലാത്തൊരു ഭാഗമാണ്. അതായത് സിന്തറ്റിക് ഹോർമോൺ ഏതൊക്കെയാണ് വരുന്നത്, ഓക്സിൻ ഉണ്ട്, ഗിബറിലിൻ ഉണ്ട്, അതുപോലെ തന്നെ എഥിലിൻ ഉണ്ട്. ഇതിനെക്കുറിച്ചൊന്നും ക്വസ്റ്റ്യൻസ് അങ്ങനെ കണ്ടിട്ടില്ല. അപ്പം എൻ്റെ മക്കൾ ഈ ഒരു ഭാഗം ഒന്ന് വായിച്ച് മനസ്സിലാക്കി പോകണം. ഇത് നിങ്ങൾക്ക് ലെസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ്. അപ്പം മക്കളെ, ഇത്രയും ഭാഗമാണ് നിങ്ങൾ മസ്റ്റ് ആയിട്ട് വായിച്ചിട്ട് പോകണം. പക്ഷേ കുത്തിയിരുന്ന് പഠിക്കണ്ട. അപ്പൊ ഞാൻ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാണ്, സ്കിപ്പ് ദി ടോപ്പിക് എന്നാണ് ഈ ഒരു സെഷന്റെ പേരെങ്കിലും നിങ്ങളിത് സ്കിപ്പ് ചെയ്യേണ്ട. പൂർണ്ണമായിട്ടും ഒന്ന് വായിച്ചിട്ട് പോവുക. അതിന് ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ അല്ലേ മക്കളെ? സെറ്റ് അല്ലേ?